സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയ്ക്ക് ഒരു വളരെ വലിയ പ്രാധാന്യമുണ്ട്. സാക്ഷാൽ ഭഗവാനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ ഉറ്റമിത്രമായ സുധാമാവ് ഒരു പിടി അവിലുമായി ഭഗവാനെ സന്ദർശിക്കാൻ പോയ ദിവസമാണത്. അതായത് അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം വളരെ വലിയ രീതിയിലായപ്പോൾ അത് ഭഗവാനോടൊന്ന് പറയാനായിട്ട്, ഭഗവാന്റെ ഒരു സഹായം തേടാനായിട്ടാണ് സുധാമാവ് ഭഗവാനെ കാണാനായിട്ട് പോകുന്നത്. ഈ ദിനത്തെ നമ്മൾ കുചേല ദിനം എന്നതാണ് പറയാറുള്ളത്. കാരണം കുചേലൻ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല, സുധാമ ദിനം എന്ന് പറയാനാണ് താല്പര്യം. കാരണം കുചേലൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ കീറിയ വസ്ത്രം ധരിച്ച വ്യക്തി എന്നതാണ്. ദാരിദ്ര്യ ദുഃഖത്തിൽ ആണ്ടുപോയ വ്യക്തിയാണ് സുധാമാവ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രയും അധികം ദാരിദ്ര്യം പിടിപെട്ടത് എന്ന് അറിയാമോ? അതിന്റെ പിന്നിൽ ഒരു ശാപത്തിന്റെ കഥയുണ്ട്. ആ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണ സ്ത്രീ ജീവിച്ചിരുന്നു. അവർ വളരെ വലിയ കൃഷ്ണഭക്തയായിരുന്നു. ഒരിക്കൽ ആ അമ്മ ഒരു പിടി നിലക്കടല ഭഗവാന് സമർപ്പിക്കുകയാണ്. വളരെയധികം ദാരിദ്ര്യത്തിൽ ആണ്ടു നിൽക്കുന്ന അമ്മയായിരുന്നു അവർ. അപ്പോ ആ അമ്മ വിചാരിച്ചു, ഭഗവാനെ സമർപ്പിച്ചതിന് ശേഷം ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളും പൂജയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ കടല ഭക്ഷിച്ച് ആ ഒരു നേരത്തെ വിശപ്പടക്കാം എന്നായിരുന്നു അമ്മ കരുതിയത്. പക്ഷെ ഭഗവാന്റെ പൂജയും ഭഗവാനെ എല്ലാ രീതിയിലുള്ള നാമസങ്കീർത്തനങ്ങളൊക്കെ അർപ്പിച്ച് കുറെ നേരം കഴിഞ്ഞപ്പോൾ അമ്മ വല്ലാതെ വിശന്ന് അങ്ങനെ അവിടെ കടന്നു ഉറങ്ങിപ്പോവുകയാണ്. അപ്പൊ അന്നേ ദിവസം രാത്രി അമ്മയുടെ ഗൃഹത്തിൽ കുറച്ചധികം കള്ളന്മാർ കയറുകയാണ്. അപ്പൊ കള്ളന്മാർ പൂജാമുറിയിൽ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ കിഴി വെച്ചിട്ടുണ്ട്. ആ കിഴിയുടെ അടുത്താണെങ്കിൽ അമ്മ കിടക്കുന്നുമുണ്ട്, ഒരു സ്ത്രീ കിടക്കുന്നുമുണ്ട്. അപ്പൊ അവർ വിചാരിച്ചു ഈ കിഴിയുടെ ഉള്ളിൽ വളരെയധികം സ്വർണവും ആഭരണങ്ങളായിരിക്കും ഉണ്ടാവുക, അതുകൊണ്ടായിരിക്കാം അമ്മ പൂജാമുറിയിൽ തന്നെ കിടക്കുന്നത് എന്ന്. അപ്പോൾ കള്ളന്മാരാവട്ടെ ഈ ഒരു കിഴിയും എടുത്തുകൊണ്ട് വളരെ ദൂരം ഓടിപ്പോവുകയാണ്. പക്ഷെ കള്ളന്മാർ ഇത് എടുത്തുകൊണ്ട് പോകുന്നത് മാത്രം കാണുന്ന അമ്മ വളരെയധികം ഭയജാഗ്രതയാവുകയാണ്. അമ്മയെ സംബന്ധിച്ച് ഭഗവാന് വേണ്ടി സമർപ്പിച്ച ആ ഒരു പ്രസാദം എന്ന് പറയുന്നത് വളരെ അമൂല്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അന്നേ ദിവസം അമ്മ വളരെ പട്ടിണിയിലുമാണ് ഇരിക്കുന്നത്. വളരെയധികം ദാരിദ്ര്യത്തിൽ ഇരിക്കുന്ന ഒരു അമ്മയാണ് അവർ. അങ്ങനെ താൻ ഭഗവാന് വേണ്ടി സമർപ്പിച്ച ആ ഒരു സമർപ്പണം ഏതൊക്കെയോ കുറെ ദുഷ്ടന്മാരായ വ്യക്തികൾ വന്ന് എടുത്തുകൊണ്ട് പോയതിന്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ അമ്മ ആ കള്ളന്മാരെ ശപിക്കുകയാണ്. ഈ ഒരു കടല ഭക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയും ദാരിദ്ര്യത്തിൽ ആണ്ടുപോവട്ടെ എന്നതായിരുന്നു അമ്മയുടെ ശാപം എന്ന് പറയുന്നത്. അങ്ങനെ നിർഭാഗ്യവശാൽ ഈ കള്ളന്മാര് ഓടിപ്പോകുന്നത് സാന്ദീപനി മുനിയുടെ ആശ്രമത്തിന്റെ അടുത്തുള്ള വനാന്തരത്തിലേക്കാണ്. അങ്ങനെ വനത്തിനകത്ത് എത്തുന്ന കള്ളന്മാർ ഈ ഒരു കിഴി തുറന്നു നോക്കുകയാണ്. അങ്ങനെ തുറന്നു നോക്കുന്ന അവർ കാണുന്നത് കുറച്ച് കടലകൾ മാത്രമാണ്. ഇതിൽ വളരെയധികം നിരാശ കൊണ്ട കള്ളന്മാർ ആ ഒരു കിഴിയെ കാട്ടിൽ ഉപേക്ഷിച്ച് പോവുകയാണ്. പിറ്റേ ദിവസം സാന്ദീപനി മുനിയുടെ പത്നി ആ ഒരു വനാന്തരത്തിലേക്ക് കുറച്ചധികം പഴങ്ങൾ ശേഖരിക്കാനായിട്ട് പോകുമ്പോഴാണ് ഈ ഒരു കിഴിയിൽ കടല പൊതിഞ്ഞിരിക്കുന്നത് അമ്മയുടെ ശ്രദ്ധയിൽ, അതായത് സാന്ദീപനി മുനിയുടെ പത്നിയുടെ ശ്രദ്ധയിൽ പെടുന്നത്. ആ കടല അമ്മയെടുത്ത് ആശ്രമത്തിലേക്ക് കൊണ്ടുവരികയാണ്. സാന്ദീപനി മുനിയുടെ ആശ്രമത്തിലാണ് ശ്രീകൃഷ്ണനും സുധാമാവും വിദ്യ അഭ്യസിക്കുന്നത്. അവർ വിദ്യ അഭ്യസിക്കുന്ന കാലഘട്ടമായിരുന്നു ഇത്. അങ്ങനെ അന്നേ ദിവസം ശ്രീകൃഷ്ണനെയും സുധാമാവിനെയും ഗുരുപത്നി വിറക് ശേഖരിക്കാനായിട്ട് വനത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. മാർഗമധ്യേ വിശക്കുന്ന സമയത്ത് ഭക്ഷിക്കാനായിട്ട് ഈ കടലകൾ വെച്ചോളൂ എന്ന് പറഞ്ഞ് സുധാമാവിന്റെ കയ്യിലാണ് അവർ വനത്തിൽ നിന്ന് ശേഖരിച്ച കടല കൊടുത്തു വിടുന്നത്. അങ്ങനെ വനത്തിലൂടെ കൃഷ്ണനും സുധാമാവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുധാമാവിനാവട്ടെ വിശപ്പ് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ കുറച്ച് കടലകളായിട്ട് സുധാമാവ് ആ കിഴിയിൽ നിന്നെടുത്ത് ഭക്ഷിച്ചു തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് കൃഷ്ണന് കൊടുക്കാൻ പോലും സാധിക്കാതെ ആ കടലകൾ മുഴുവൻ തീർന്നു എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ വലിയ സങ്കടവും ആവുകയാണ്. ലോകൈകനാഥനായ ഭഗവാൻ സുധാമാവ് ഈ ചെയ്യുന്ന പ്രവൃത്തിയും അറിയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒന്നും തന്നെ അറിയാത്ത ഭാവത്തിൽ സുധാമാവിന്റെ കൂടെ നടക്കുകയാണ്. എന്നാൽ സുധാമാവാവട്ടെ കടലകൾ തീർന്നു പോയതിന്റെ സങ്കടം കൊണ്ട് തന്റെ ഉറ്റമിത്രമായ കൃഷ്ണനോട് ഇതൊന്നും പറഞ്ഞതും ഇല്ല. അതായത് ഗുരുമാതാവ് തനിക്ക് ഏൽപ്പിച്ച ഭക്ഷണത്തെ കുറിച്ചോ ഒന്നും തന്നെ പറഞ്ഞതുമില്ല. അങ്ങനെ ആ ഒരു ശാപം ഏൽക്കുന്നത് സുധാമാവിന്. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സുധാമാവ് ഒരു ബ്രാഹ്മണ യുവാവാവുകയാണ്. അങ്ങനെ സുധാമാവ് ഒരു ഗൃഹസ്ഥാശ്രമിയും ആവുകയാണ്. ഈ ശാപത്തിന്റെ കാഠിന്യം കാരണം കൊണ്ട് തന്നെ സുധാമാവ് വളരെ വലിയ ദാരിദ്ര്യത്തിലേക്ക്
അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദാരിദ്ര്യം വളരെ വലിയ രീതിയിൽ തന്നെ സുധാമാവിനെ ബാധിച്ചു തുടങ്ങി. സ്വന്തം മക്കൾക്ക് ഒരു നേരത്തെ അന്നം പോലും കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ദാരിദ്ര്യം ചെന്നെത്തുകയാണ്. അങ്ങനെ ഒരു നിവർത്തിയുമില്ലാതെ സുധാമാവിന്റെ പത്നി സുധാമാവിനോടായിട്ട് പറയുകയാണ്, അങ്ങയുടെ ഉറ്റമിത്രമല്ലേ ദ്വാരകാധീശനായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ, അപ്പോ ഒന്ന് അദ്ദേഹത്തിനെ പോയി കണ്ട് നമ്മുടെ വിഷമങ്ങൾ അറിയിച്ചുകൂടെ എന്ന്. അങ്ങനെ തന്റെ ദുരഭിമാനം അതിന് സമ്മതിക്കുന്നില്ല. സുധാമാവ് വേണ്ട വേണ്ട എന്ന് പലതവണയായിട്ട് തന്റെ പത്നിയോട് പറയുന്നുണ്ട്. പക്ഷേ ദാരിദ്ര്യം കൊണ്ട് ഒട്ടിയ വയറുമായി നിൽക്കുന്ന തന്റെ മക്കളെ കാണുമ്പോൾ സുധാമാവിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അങ്ങനെ സുധാമാവ് തന്റെ പത്നിയുടെ നിർദ്ദേശപ്രകാരം ദ്വാരകയിലേക്ക് പുറപ്പെടാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തന്റെ ആത്മമിത്രമായ ശ്രീകൃഷ്ണനെ കാണുമ്പോൾ ഒന്നും തന്നെ ശ്രീകൃഷ്ണന് വേണ്ടി കൊണ്ടുപോവാതിരിക്കുന്നത് എത്ര മോശമാണെന്ന് ആ ഒരു സുധാമാവിന്റെ മനസ്സിൽ തോന്നി തുടങ്ങി. അദ്ദേഹം വീട്ടിലെല്ലാം അരിച്ചു പെറുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന് കുറച്ച് അവിൽ മാത്രം കിട്ടുകയാണ്. ആ അവിലിനെ ഒരു ചെറിയ കിഴിയാക്കി തന്റെ കക്ഷത്തിലേക്ക് അതിനെ ചേർത്ത് പിടിച്ച് ദ്വാരകയിലേക്കുള്ള യാത്രയായി. വളരെ ദൂരം സഞ്ചരിച്ച് സുധാമാവ് ദ്വാരകയിലേക്ക് എത്തുകയാണ്. ദ്വാരകയിൽ എത്തുമ്പോൾ അതാ കവാടത്തിന്റെ മുന്നിൽ 2 ഭടന്മാർ നിൽക്കുന്നു. അവരാവട്ടെ സുധാമാവിന്റെ വേഷം കണ്ട് സുധാമാവിനെ അകത്തേക്ക് പോലും കടത്തിവിടുന്നില്ല. അങ്ങനെ സുധാമാവ് അവിടെ നിന്ന് കൃഷ്ണ എന്ന് വളരെ ഉറക്കെ വിളിക്കുന്ന സമയത്ത് ഭഗവാൻ ആവട്ടെ ഓടി വരികയാണ്. അങ്ങനെ ഭഗവാൻ ഓടി വന്ന് സുധാമാവിനെ ആലിംഗനം ചെയ്ത് അകത്തേക്ക് വളരെ അതിമനോഹരമായിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകണം. ആദിത്യ മര്യാദ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അതിമനോഹരമായിട്ട് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു രംഗമാണിത്. അങ്ങനെ സുധാമാവിനെ ദ്വാരകയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരുപാടധികം വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. രുക്മിണി ദേവി ആവട്ടെ ഭോജനത്തിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. സുധാമാവ് ദ്വാരക ആ ഒരു കൊട്ടാരം കാണുന്ന സമയത്ത് അന്തം വിട്ട് കണ്ണ് തള്ളി നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തന്റെ മിത്രത്തെ കാണുമ്പോൾ ഭഗവാൻ ആവട്ടെ വാതോരാതെ സംസാരിക്കുകയും അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയും അദ്ദേഹത്തിനോട് വളരെ വലിയ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഭഗവാന്റെ ആ സ്നേഹത്തിന്റെ മുന്നിൽ സുധാമാവിന് തന്റെ ദാരിദ്ര്യ ദുഃഖം പോലും പറയാനായിട്ട് സാധിച്ചില്ല എന്ന് വേണം പറയാൻ. അദ്ദേഹം വളരെ വലിയ രീതിയിൽ ഉള്ളിൽ അദ്ദേഹത്തിന്റെ സങ്കടങ്ങളൊക്കെ ഒതുക്കി പിടിച്ച് തന്റെ മിത്രത്തിനെ കണ്ട ആ ഒരു സ്നേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഭഗവാൻ ചോദിക്കുകയാണ്, ഇത്ര വർഷങ്ങൾക്ക് ശേഷം നീ എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് എനിക്ക് വേണ്ടി എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ ആ ഒരു ചോദ്യം കേൾക്കുന്ന സുധാമാവിന്റെ കണ്ണിലൂടെ ധാരധാരയായിട്ടാണ് അശ്രുക്കൾ പൊഴിയുന്നത്. അദ്ദേഹത്തിന്റെ കക്ഷത്തിൽ ചേർത്ത് പിടിച്ച ആ ഒരു അവിൽ കിഴി ഭഗവാന്റെ മുന്നിൽ നിറ കണ്ണുകളോടുകൂടെയാണ് നീട്ടുന്നത്. അപ്പോൾ ഭഗവാൻ ആവട്ടെ ആ ഒരു സമർപ്പണം ശരിക്കും സുധാമാവ് ഭഗവാന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ എല്ലാ സങ്കടങ്ങളുമാണ് സമർപ്പിക്കുന്നത്. ആ ഒരു സമർപ്പണം ഭഗവാൻ ശരിക്കും ഏറ്റെടുക്കുകയാണ്. ആ അവിൽക്കിഴി വളരെയധികം സ്നേഹത്തോടെ ഭഗവാൻ സ്വീകരിച്ച് അതിൽ നിന്ന് ഓരോ പിടി അവിൽ കഴിക്കാനായിട്ട് തുടങ്ങി. സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അവതാരമാണല്ലോ രുക്മിണി ദേവി. അടുത്ത് നിൽക്കുന്ന രുക്മിണി ദേവിക്ക് എല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സുധാമാവ് കൊടുത്ത അവില് 2 പിടി കഴിച്ച് 3ാമത്തെ പിടി കഴിക്കുമ്പോഴത്തേക്കും ലക്ഷ്മി ദേവിയായ രുക്മിണി ദേവി ഭഗവാന്റെ വായ മൂടി പിടിക്കുകയാണ്. കാരണം എല്ലാം അറിയുന്ന ലക്ഷ്മി ദേവിക്ക് ഇതും അറിയാമായിരുന്നു. അങ്ങനെ ഈ ഒരു കാഴ്ച കാണുന്ന സുധാമാവിന് വളരെ വലിയ സങ്കടം തോന്നുകയാണ്. ആ സങ്കടം പക്ഷെ അദ്ദേഹം ഒരിക്കലും പ്രകടിപ്പിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെ ആ സങ്കടം ഒതുക്കി പിടിച്ച് വളരെ വലിയൊരു സ്നേഹ നിമിഷങ്ങൾ പങ്കുവെച്ച് അദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് മടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വളരെ വലിയൊരു ഭാരമുണ്ട്. അതായത് എന്ത് കാര്യത്തിനാണോ ദ്വാരകയിലേക്ക് വന്നത്, എന്ത് കാര്യം സാധിക്കാനാണോ ഭഗവാനെ കാണാനായിട്ട് വന്നത്, അത് ഭഗവാന്റെ മുന്നിൽ പറയാനായിട്ട് സാധിച്ചില്ല എന്നതാണ് വളരെ വലിയ സങ്കടം. അങ്ങനെ അദ്ദേഹം ഉള്ളിൽ വിതുമ്പി തിരിച്ച് അദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഗൃഹത്തിലെത്തുന്ന സുധാമാവ് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. അതായത് അദ്ദേഹത്തിന്റെ കുടിൽ നിന്ന സ്ഥാനത്ത് ഏറ്റവും അതിമനോഹരമായിട്ടുള്ള കൊട്ടാരമാണ് നിൽക്കുന്നത്. മാത്രമല്ല വളരെയധികം ദാരിദ്ര്യ ദുഃഖത്തിലാണ്ട് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പത്നിയും അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ അതിമനോഹരമായി വസ്ത്രങ്ങളാണ് ആടയാഭരണങ്ങൾ അണിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു ഗൃഹത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആവട്ടെ കഴിക്കാൻ ഇഷ്ടംപോലെ ഭോജനങ്ങളുണ്ട്. അവിടെ എല്ലാവരെയും നോക്കുമ്പോൾ സമ്പൽ സമൃദ്ധി വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ ഉറ്റമിത്രമായ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ മഹത്വം അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഒന്നും പറയാതെ തന്നെ, ഒന്നും ആവശ്യപ്പെടാതെ തന്നെ തൻ്റെ ആ ഒരു ചെറിയ അവിൽ കിഴിയുടെ സമർപ്പണത്തിന്റെ മേൽ തനിക്ക് ഭഗവാൻ തന്നത് എത്ര വലിയ കാര്യമാണ് എന്നത് സുധാമാവ് തിരിച്ചറിഞ്ഞ നിമിഷമാണത്.
ഇത് തന്നെയാണ് നമ്മുടെ കാര്യം. നമ്മൾ ഭഗവാനെ വളരെ വലിയ വലിയ കാര്യങ്ങളൊക്കെ സമർപ്പിച്ച് വലിയ വലിയ പൂജകളൊക്കെ അർപ്പിക്കാറുണ്ട്. പക്ഷേ ഒന്ന് ഓർക്കുക, നമ്മുടെ സങ്കടവും അല്ലെങ്കിൽ നമ്മുടെ ഭക്തിയും നമ്മുടെ സ്നേഹവും എല്ലാം സമർപ്പിച്ച് ഒരു തുളസി കതിർ ഭഗവാനെ സമർപ്പിച്ചാൽ മതി. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഭഗവാൻ നമ്മളെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളായി കണ്ട് നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ചെയ്തു തരും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് സുധാമാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ശ്രീകൃഷ്ണൻ്റെയും കഥ. അപ്പോൾ ഇതാണ് ഇന്ന് കുചേല ദിനത്തിൽ എനിക്ക് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാറുള്ളത്. എൻ്റെ ഈ എളിയ സമർപ്പണം എന്നുള്ളത് ഞാൻ ഭഗവാനെ വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ഞാനിത് പറഞ്ഞു ഫലിപ്പിച്ചു എന്നത് എനിക്കറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. അപ്പോൾ എല്ലാവരും ഭഗവാനെ ഇന്നേ ദിവസം അവിൽ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അവിൽ സമർപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ ഒരു ചെറിയ കിഴിയിലോ ഒരു ചെറിയ ഉരുളിയിലോ ഒരു കുഞ്ഞു പാത്രത്തിലോ കുറച്ച് അവിലിട്ട് ഭഗവാനെ സമർപ്പിച്ച് ആ അവില് കളയാതെ നിങ്ങൾ കഴിക്കുകയും ചെയ്യണം. കാരണം അത് ഭഗവാന് സമർപ്പിച്ച കാര്യമാണ്. അപ്പൊ എല്ലാവരും അവിലൊക്കെ സമർപ്പിച്ച് ഭഗവാന്റെ മുന്നിൽ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹം പ്രാപ്തമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു കുചേല ദിനവും നേരുന്നു. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഹരേ കൃഷ്ണ.